മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ അനന്തുവും ലേഹയും മഹാലക്ഷ്മിയും കണ്ണനെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. കണ്ണൻ എന്തായാലും തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. അപ്പം കണ്ണനക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. കാരണം 12-ാം വയസ്സ് മുതൽ ഞാൻ ഈ മരുന്ന് കഴിച്ച് എനിക്ക് മടുത്തു. ഇപ്പോൾ തോമസ് ഡോക്ടറുടെ മരുന്ന് ഞാൻ കുറേ ദിവസമായില്ലേ കഴിക്കണു, എന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റം കാണാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മിയും അനന്തും ഒക്കെ പറയുന്നുണ്ട്, മാറ്റം കാണാത്തതിൻ്റെ കാരണം തോമസ് വൈദ്യര് തന്നെ പറഞ്ഞുല്ലോ, അദ്ദേഹം തന്ന മരുന്ന് അതേ രീതിയിലല്ല കണ്ണൻ്റെ ശരീരത്തിൽ എത്തിയിരിക്കുന്നത്. അതിലെന്തോ ഒരു രാസപദാർത്ഥം കൂടി ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കണ്ണന് മരുന്ന് ഫലം ചെയ്യാത്തത്. ശരിയായ മരുന്ന് ശരിയായ രീതിയിൽ കണ്ണൻ്റെ ശരീരത്തിൽ എത്തിയാൽ ഒരു വിരലെങ്കിലും കണ്ണൻ്റെ ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്നൊക്കെ തോമസ് വൈദ്യർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനന്തും ലേഹയും അതിന് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലേഹ പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്? മഹാലക്ഷ്മിക്ക് കണ്ണേട്ടനോട് അത്രയധികം സ്നേഹമുള്ളത് കൊണ്ടല്ലേ കണ്ണേട്ടനെ ചികിത്സിക്കാൻ നിർബന്ധിക്കുന്നത്? അല്ലെങ്കിൽ നിർബന്ധിക്കുമോ? മഹാലക്ഷ്മിയെ പോലെ ഒരു ഭാര്യയെ കിട്ടിയത് കണ്ണേട്ടൻ്റെ പുണ്യമാണ്. അപ്പോൾ മഹാലക്ഷ്മി പറയണത് കണ്ണേട്ടൻ അനുസരിക്കണ്ടേ? സ്നേഹം കൊണ്ട് പറയുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, 12-ാം വയസ്സ് മുതൽ എനിക്ക് മരുന്ന് കഴിച്ച് മടുത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് പറയുമ്പം, അന്ന് നിനക്ക് മരുന്ന് തന്നത് നിൻ്റെ രണ്ടാനമ്മയുടെ സഹോദരനും അല്ലേ? അപ്പോൾ അവർക്ക് അതിലെത്രത്തോളം ആത്മാർത്ഥത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. നിൻ്റെ സ്വത്തും പണവും മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. മഹാലക്ഷ്മി അങ്ങനെയല്ല. മഹാലക്ഷ്മിക്ക് എങ്ങനെയെങ്കിലും നീ ഒന്ന് എഴുന്നേറ്റ് നടന്നാൽ മതിയെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ എഴുന്നേറ്റ് നടന്നില്ലെങ്കിലും കാൽവിരലൊന്ന് ചലിപ്പിക്കാൻ സാധിച്ചാൽ അതും അവൾക്ക് സന്തോഷമാണ് എന്നൊക്കെ അനന്തു പറയുമ്പം കണ്ണൻ എന്നാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഈ തോമസ് വൈദ്യരുടെ ആസ്പത്രിയിൽ പോയി കിടന്ന് ചികിത്സിച്ചിട്ടും എനിക്ക് മാറ്റമൊന്നുമില്ലെങ്കിൽ വേറെ ചികിത്സയ്ക്ക് പോകണമെന്ന് എന്നോട് പറയരുതെന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയും, ഈ ട്രീറ്റ്മെൻറ്റും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. എന്നിട്ടും കണ്ണേട്ടന് യാതൊരു വിധത്തിലുള്ള മാറ്റവും വന്നില്ലെങ്കിൽ വേറൊരു ചികിത്സയ്ക്ക് ഞാൻ നിർബന്ധിക്കില്ല. എല്ലാം ദൈവത്തിൻ്റെ നിശ്ചയമാണെന്ന് വിചാരിക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് വാമദേവനെയാണ്. വാമദേവൻ ദുർഗയുടെ അടുത്ത് വരുമ്പം ദുർഗ പറയുന്നുണ്ട്, ഇങ്ങനെ തോമസ് വൈദ്യർ ആ മരുന്നിൽ നമ്മൾ മായം ചേർത്തത് മനസ്സിലാക്കുമോ വാമേട്ടാന്ന് ചോദിക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അങ്ങനെ അയാൾക്ക് മനസ്സിലാക്കാനൊന്നും സാധിക്കില്ല. കാരണം നമ്മൾ ആ മരുന്നിൽ ആ പൊടി നല്ലോണം മിക്സ് ചെയ്തല്ലേ വിട്ടത്. അതുകൊണ്ട് നമ്മൾ ചേർത്തതാണെന്നൊന്നും അയാൾക്ക് മനസ്സിലാവില്ല എന്നൊക്കെ വാമദേവൻ ദുർഗയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഇനി തോമസ് ഡോക്ടറുടെ അടുത്ത് കണ്ണൻ നേരിട്ട് പോയി ചികിത്സിക്കാൻ പോയാൽ ആ മരുന്നുകൾ ഫലം ചെയ്യുമല്ലോ. അപ്പോൾ കണ്ണനുക്ക് നമ്മളെ സംശയം തോന്നില്ലേ? അങ്ങനെ സംശയം തോന്നിയാൽ കണ്ണൻ നമ്മളെ ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കുന്നൊക്കെ ദുർഗ പറയുമ്പം കരുണ ചോദിക്കുന്നുണ്ട്, അങ്ങനെ പുറത്താക്കാൻ അയാൾക്ക് എന്താ അവകാശം? ഇത് നമ്മുടെ എല്ലാവരുടെയും വീടല്ലേ എന്ന് ചോദിക്കുമ്പോൾ വാമദേവൻ കരുണയോട് പറയുന്നുണ്ട്, മോളെ നിന്നോടുള്ളത് പറയാലോ, ഈ വീട് കണ്ണൻ്റെ അമ്മയുടെ പേരിലുള്ളതാണ്. അമ്മയുടെ സ്വത്താണിതെല്ലാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ അവകാശി കണ്ണനാണ്. അപ്പോൾ ബിസിനസ് എല്ലാം അയാളുടെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സുകളെല്ലാം അവൻ്റെ പേരിലാണ്, നമ്മൾക്ക് സ്വത്തുക്കൾ കുറവേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കരുണയ്ക്ക് ആകെ അങ്ങോട്ട് ദേഷ്യം ഉണ്ട് കേട്ടോ. വെറുതെ അല്ല, എനിക്കിത് ആദ്യം മുതലേ സംശയം തോന്നിയതാണ്. ഇവിടെ ഉണ്ണിയേട്ടനും അമ്മയ്ക്കൊന്നും ഒരു റോളും ഇല്ല, അയാളാണ് എല്ലാം തീരുമാനിക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇവിടുത്തെ സ്വത്തുക്കളുടെ എല്ലാം അവകാശി അയാളാണ്, ഇവർക്ക് ഒരു സ്വത്തുക്കളും ഇല്ല എന്നൊക്കെ എനിക്ക് തോന്നി എന്ന് പറയുമ്പോൾ ദുർഗ വല്ലാണ്ടായിട്ട്, അത് അങ്ങനെയൊന്നും അല്ല മോളെ, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് വാമദേവനെയും പ്രതാപനെയാണ്. വാമദേവൻ പ്രതാപനോട് പറയുന്നുണ്ട്, പ്രതാപൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും നടന്നില്ലല്ലോ. ഇനിയും അവരെ ഇങ്ങനെ വിട്ടേർന്നാൽ അത് നമ്മളുടെ കുട്ടികൾക്ക് ആപത്താണ്. ഉണ്ണിക്കും കരുണയ്ക്കും മഞ്ജുവിനും മേഘനെല്ലാം ആപത്താണ്. ഇപ്പോൾ മഹാലക്ഷ്മി കണ്ണൻ്റെ നട്ടെല്ലായിട്ടാണ് നിൽക്കുന്നത്. അവൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അവളാണ്. അവൾ പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ പോവില്ല. അവളെ അവനക്ക് ഭയങ്കര വിശ്വാസമാണ്. അവളിൽ അവനക്കുള്ള വിശ്വാസം തകർക്കാൻ വേണ്ടി മേഘൻ ഒരു സാഗറിനെ നിയോഗിച്ചേർന്നു. എന്നിട്ട് അവൻ്റെ വിശ്വാസം പൊളിഞ്ഞൊന്നുമില്ല. മഹാലക്ഷ്മി ഒന്നും കൂടി മഹാലക്ഷ്മിയുടെ സ്വഭാവം ഉള്ളതാണെന്ന് തെളിയിക്കുക ചെയ്തത്. അതുകൊണ്ട് നമുക്കിനി ആ രീതിയിലൊന്നും മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. വേറെ എന്തെങ്കിലും പദ്ധതി പ്ലാൻ ചെയ്യണമെന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ വേറെ പ്ലാനുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അവളുടെ അമ്മയെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. മോഹിനിയെ വെച്ചാണ് ഇനി കളിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നേരിട്ട് മഹാലക്ഷ്മിയോടോ കണ്ണനോടോ ഇനി എതിർക്കാൻ പറ്റില്ല. കാരണം നേരിട്ട് മഹാലക്ഷ്മിയെ കണ്ണനെ എതിർക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒന്നും കൂടി ദോഷം ചെയ്യുള്ളൂ. നമ്മൾക്ക് കിട്ടാനുള്ള സ്വത്തും കൂടിയും കിട്ടൂലാണ്ടാവും. അതുകൊണ്ട്
മോഹിനിയെ വെച്ച് ഞാനൊരു കളി കളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു സ്ത്രീയെ മോഹിനിയുടെ അടുത്തേക്ക് വിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് പ്രതാപൻ്റെ വീടാണ് കേട്ടോ. പ്രതാപൻ്റെ വീട്ടിൽ ഇറയത്തായിട്ട് മോഹിനിയും അമ്മയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ മോഹിനിയോട് പറയുന്നുണ്ട്, നീ എനിക്കൊരു ഗ്ലാസ് മോരും വെള്ളം കൊണ്ടുവന്ന് തന്നേന്ന് പറയുന്നുണ്ട്. വേഗം മോഹിനി അകത്ത് പോയി മോരും വെള്ളം എടുത്തു കൊണ്ടുവരുമ്പോഴേക്കും ഒരു സ്ത്രീ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് കുറേ മാലകളൊക്കെ കഴുത്തിലിട്ട് കുറേ കുറിയൊക്കെ തൊട്ട് ഒരു പ്രായമായ സ്ത്രീ അങ്ങോട്ട് വരുന്നുണ്ട്. അവർ വന്നതും, മോൾ ഏതായാലും മോരും വെള്ളം കൊണ്ടുവന്നതല്ലേ, എനിക്കും കൂടി ഒരു ഗ്ലാസ് മോരും വെള്ളം താട്ടെ. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിനൊക്കെ ഒരു നല്ല തണുപ്പ് വന്നു എന്ന് പറയുമ്പം, ആ കുഴപ്പമില്ല, ഞാനിപ്പോൾ തന്നെ എടുത്തുകൊണ്ടുവന്ന് തരാമെന്നും പറഞ്ഞ് മോഹിനി അകത്തേക്ക് പോകുന്നുണ്ട്. മോഹിനി അകത്തേക്ക് പോകുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ ഈ സ്ത്രീയോട് എന്തൊക്കെയോ രഹസ്യമായിട്ട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആ തള്ള പറയുന്നുണ്ട്, ആ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അതുപോലെ തന്നെ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ വരുന്ന സ്ത്രീ പറയുന്നുണ്ട്. പിന്നെ മോഹിനി മോരും വെള്ളം കൊണ്ട് വരുമ്പം മോഹിനിയെ പുകഴ്ത്തി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. മോൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ മൂത്ത കുട്ടി മഹാലക്ഷ്മിയെ പോലെ ഐശ്വര്യമുള്ളൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവളെ ദ്രോഹിക്കാനോ സങ്കടപ്പെടുത്താനോ ആർക്കും സാധിക്കില്ല. അവളെ ആരെങ്കിലും സങ്കടപ്പെടുത്താൻ ചെല്ലുന്നവർക്ക് തിരിച്ചടികൾ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ രണ്ടാമത്തെ കുട്ടിക്ക് ഇപ്പോൾ സമയം കുറച്ച് മോശമാണ്. ആ കുട്ടിക്ക് വയറിലൊരു കുഞ്ഞ് വളരുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ സമയം വളരെ മോശമാണ്. അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പ്രതാപൻ്റെ അമ്മ അവരോട് ചോദിക്കുമ്പം അവർ പറയുന്നുണ്ട്, നിങ്ങൾ അതിനൊരു ജ്യോത്സ്യനെ കണ്ട് ഇത് പ്രശ്നം വെച്ച് നോക്കണം. അപ്പോൾ പ്രശ്നത്തിൽ എന്താ തെളിയണേന്ന് വെച്ചാൽ അതുപോലെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കരമായ ഒരു ട്രാപ്പാണെന്നുള്ള കാര്യമൊന്നും മോഹിനിക്ക് മനസ്സിലാവുന്നില്ല. മോഹിനി അപ്പോൾ അത് കേട്ടിട്ട് ഭയങ്കര വിഷമത്തോടു കൂടി നിൽക്കുന്നുണ്ട്. മോഹിനിയുടെ വിചാരം ആ സ്ത്രീ പറയുന്നതെല്ലാം സത്യമാണെന്നാണ്. അപ്പം പ്രതാപൻ്റെ അമ്മ ആ സ്ത്രീയോട് കണ്ണും കടാക്ഷമൊക്കെ കാണിക്കുന്നതൊന്നും മോഹിനി കാണുന്നില്ല. മോഹിനി ഇത് സത്യമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മേഹൻ്റെ അച്ഛനെയും അമ്മേനെയാണ്. മേഘൻ വളരെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കാണ്ട്, കലി പൂണ്ട് നിൽക്കുകയാണ്. കാരണം മഞ്ജുവിന് മേഘൻ കല്യാണം കഴിച്ചാൽ 5 പൈസ കൊടുക്കില്ല എന്ന് കണ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ദേഷ്യത്തിൽ രണ്ടിലൊരാളെ തീർത്ത് കളയണമെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് നിൽക്കാൻ കേട്ടോ മേഘൻ. അപ്പോഴാണ് വാമദേവൻ പറയണ, അവിടെ ദുർഗ പൊടി ചേർത്ത് കൊടുത്തുകൊണ്ടിരുന്ന മരുന്ന് വൈദ്യർ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ആ വൈദ്യർക്ക് അതെന്തെങ്കിലും മനസ്സിലായാൽ ഉറപ്പായിട്ടും അവനെ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കുമ്പോൾ എന്തായാലും മഹാലക്ഷ്മിയും കൂടെ തന്നെ നിൽക്കും. ഇനി നല്ല ട്രീറ്റ്മെൻറ്റ് അവനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അവൻ എഴുന്നേറ്റ് നടക്കും. കാരണം അവൻ ചെറുതായിരുന്ന സമയത്ത് അവനെ ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ഒരു വിരലെങ്കിലും അനങ്ങി കിട്ടിയാൽ അവൻ പിന്നെ എഴുന്നേറ്റ് നടന്നോളൂ എന്ന്. പക്ഷെ അന്ന് അവന് കൊടുത്ത മരുന്നിലെല്ലാം ഞങ്ങൾ മായം ചേർത്ത് കൊടുത്തതുകൊണ്ട് അവനക്ക് ശരീരത്തിലേക്ക് ശരിയായ രീതിയിൽ മരുന്ന് ചെല്ലാത്തത് കൊണ്ട് തന്നെ അവനക്ക് അതിൻ്റെ ഫലമൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് അവനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാണ്ടായത്. ഞാനും എൻ്റെ സഹോദരിയും കൂടി മരുന്ന് മാറ്റി കൊടുത്തു വരുന്നത് കൊണ്ടാണ് അവനിപ്പോഴും വീൽ ചെയറിൽ തന്നെ ഇരിക്കണേ. ഇനി മഹാലക്ഷ്മി മുൻകൈ എടുത്ത് ചികിത്സിക്കുമ്പം എന്തായാലും മഹാലക്ഷ്മി നല്ല ശ്രദ്ധയോടുകൂടി തന്നെയാണ് അവന് മരുന്ന് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആ മരുന്ന് ശരിയായ രീതിയിൽ അവൻ്റെ ശരീരത്തിൽ ചെന്നാൽ അവൻ ഉറപ്പായിട്ടും എഴുന്നേറ്റ് നടക്കും എന്നൊക്കെ വാമദേവൻ മേഘനാഥനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, ഇനി ഹോസ്പിറ്റലിൽ ചെന്ന് അവൻ്റെ കാലുകൾ ചലിച്ചു തുടങ്ങിയാൽ അതിനു മുമ്പായിട്ട് തന്നെ എൻ്റെ ആളുകൾ അവനെ തീർത്ത് കളയും എന്നൊക്കെ പറയുമ്പോൾ സീമന്തനിക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, പണ്ട് ഞാനും മേഘൻ്റെ അവസ്ഥയിലായിരുന്നു, അതുകൊണ്ടാണ് അവൻ്റെ അച്ഛൻ ഇപ്പോൾ ഈ ലോകത്തുനിന്ന് പോയത്. ഇവനും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവനും ഇവൻ്റെ അച്ഛനെ പോലെ തന്നെ അലഞ്ഞു നടക്കും, ജീവനോടെ അല്ല ആത്മാവായിട്ട് എന്നൊക്കെ പറയുമ്പം സീമന്തനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നാൻ കേട്ടോ. ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ എപ്പിസോഡ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ കാണാം.